വരാപ്പുഴ അതിരൂപതയിലെ കൂനമാവ് സെന്റ് ഫിലോമിനാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചന്റെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 26 വൈകിട്ട് 4:45 പ്രസ്തേന്തി വാഴ്ച. തുടർന്ന് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വരാപ്പുഴ മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കൊടികയറ്റും. കൊടികയറ്റത്തിന് മുമ്പായി കുടുംബ യൂണിറ്റുകളിൽ പ്രയാണം നടത്തുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം പള്ളിയിൽ തിരിച്ചെത്തും. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും. ചാവറ ഭവനത്തിന്റെ താക്കോൽ ദാന കർമ്മം നിർവഹിക്കും. തിരുനാൾ ദിവസത്തിൽ രാവിലെ 6-നും 7-നും 10:30-നും വൈകിട്ട് 5-നും ദിവ്യബലി നൊവേന. ദിവ്യബലിയിൽ ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ, ഡോക്ടർ ആന്റണി വാലിങ്കൽ, ഫാദർ ആൽഫിൻ ആന്റണി കൊച്ചുവീട്ടിൽ, മാർട്ടിൻ തൈപ്പറമ്പിൽ, ഫാദർ റിനോയ് കളപ്പുരയ്ക്കൽ, ഫാദർ ലിബൻ ജോസ് കൂളിയർ, ഫാദർ മാർട്ടിൻ അഴിക്കകത്ത്, ഫാദർ നോർബിൻ പഴമ്പിള്ളി, ഫാദർ ആന്റണി ചെറിയ കടവിൽ, ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ, ഫാദർ ജോളി തപ്പലോട്, ഫാദർ ജോസഫ് ആന്റണി പള്ളിപ്പറമ്പിൽ, ഫാദർ പ്രിൻസ് പഴമ്പിള്ളി, ഫാദർ അഗസ്റ്റിൻ ബൈജു കുറ്റിക്കൽ തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. നേർച്ച സദ്യ ദിനമായ 29-ന് വെള്ളിയാഴ്ച രാവിലെ 9:30-ന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ യേശുദാസ് പഴമ്പിള്ളി വചന സന്ദേശം നൽകും. തുടർന്ന് സൗഖ്യദായക നേർച്ച സദ്യ ആശീർവാദവും വിതരണവും രാത്രി 8 വരെ നീണ്ടു നിൽക്കും. ഉച്ചയ്ക്ക് 12-നും 2-നും 4-നും വൈകിട്ട് 5:30-നും 7-നും ദിവ്യബലി നൊവേന. 30-ന് വൈകിട്ട് 5:30-ന് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി. ഫാദർ മാത്യു സോജൻ മാളിയേക്കൽ വചന സന്ദേശം നൽകും. ഇടവകാംഗങ്ങളായ വൈദികർ സഹകാർമ്മികത്വം വഹിക്കും. രാത്രി 7:30-ന് നാടകം പറന്നുയരാൻ ഒരു ചിറക്. 31-ന് വൈകിട്ട് 5:30-ന് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആന്റണി കുരിശിങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി. ഫാദർ റാൻസി കളപ്പുരയ്ക്കൽ വചന സന്ദേശം നൽകും. ജനുവരി 1-ന് വൈകിട്ട് 5:30-ന് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ മാത്യു ഇലഞ്ഞിമറ്റത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി. ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളി വചന സന്ദേശം നൽകും. ജനുവരി 2-ന് അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി. ഫാദർ എബിൻ ജോസ് വാരിയത്ത് വചന സന്ദേശം നൽകും. തിരുനാൾ ദിനമായ ജനുവരി 3-ന് രാവിലെ 10:30-ന് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി. വൈകിട്ട് 5:30-ന് വിശുദ്ധ ചാവറയച്ചന്റെ കബറിടത്തിങ്കൽ പുഷ്പാർച്ചന. പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺ കപ്പീസ്റ്റ്യൻ ലോപ്പസ് വചന സന്ദേശം നൽകും. തുടർന്ന് രോഗികൾക്ക് ധനസഹായ വിതരണം, പ്രദക്ഷിണം, ദീപക്കാഴ്ച, ഗാനമേള, പുറത്തുനിന്നും വരുന്ന ഭക്തജനങ്ങൾക്കായി നേർച്ച പാക്കറ്റുകളും പായസവും പ്രത്യേക കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. വിശുദ്ധ ചാവറയച്ചൻ തന്റെ ജീവിതത്തിന്റെ അവസാന 7 വർഷക്കാലം സെന്റ് ഫിലോമിനാസ് പള്ളിയിലാണ് സേവനം ചെയ്തത്. വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചന്റെ പൂജ്യ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് 1000-ഓളം പ്രസിദ്ധന്തിമാരാണ് ഉള്ളത്. ഓരോ ദിവസവും പ്രത്യേക നിയോഗത്തിനായി പ്രാർത്ഥനയുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ ലൂയിസ്, ഫാദർ ജോസഫ് ടോണി കാർവാലിയോ, ഫാദർ ഫെബിൻ ജോസഫ് കീഴവന, ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി നേതൃത്വം നൽകുന്നു. തീർത്ഥാടന കേന്ദ്രം റെക്ടറും ഫെറോന വികാരിയുമായ മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ ലൂയിസ്, സഹവികാരി ഫാദർ ജോസഫ് ടോണി കാർവാലിയോ മുരിങ്ങണത്ത്, ചീഫ് കോർഡിനേറ്റർ രാജു മുക്കത്ത്, ജനറൽ കൺവീനർ യേശുദാസ് പറപ്പിള്ളി, മീഡിയ കൺവീനർ തോബിയസ് തണ്ണിക്കോട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2014 നവംബർ 23-നാണ് ചാവറപ്പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. അന്ന് മുതൽ ഇവിടെ തീർത്ഥാടകരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ചാവറപ്പിതാവിൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാന 7 വർഷക്കാലം ഈ കൂനമാവ് ആശ്രമത്തിലാണ് ചെലവഴിച്ചത്. അദ്ദേഹം ജനുവരി 3-ന് 1871 സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് യാത്രയായതും ഈ ആശ്രമത്തിൻ്റെ മുറിയിൽ വെച്ചാണ്. അദ്ദേഹം ജീവിച്ചിരുന്നതും മരിച്ചതും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ നടത്തിയിരുന്നതുമായ മുറികളും അതിനോട് അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു തിരുശേഷിപ്പായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം
ചെയ്തിരിക്കുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തനിച്ചല്ല അത് ചെയ്തത്, ഇവിടെ ഒരു കൂട്ടായ ഒരു ശുശ്രൂഷ പ്രവർത്തനം തന്നെ നടന്നിട്ടുണ്ട് വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ. ആ അതിരൂപതയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഈ ആശ്രമത്തിലെ പ്രിയോറായിട്ട് വന്ന് ഇവിടെ ഇതിനെ ചാർജ് എടുത്തിട്ട് ഈ പ്രദേശത്തിൻ്റെ സർവോന്മുഖമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് അവരുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു എങ്കിലും അദ്ദേഹം ഇന്നിവിടെ ജീവിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തേടി അനേക കാര്യങ്ങൾ ഇവിടെ എത്തുന്നത്. ഈ തിരുനാൾ ഇവിടെ കുടിയേറുന്നത് ഈ മാസം ഡിസംബർ മാസം 26-നാണ്. ഈ തിരുനാളിൻ്റെ പ്രത്യേകമായ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. നമുക്കിത് ഈ വർഷം 3-4 പിതാക്കന്മാർ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് എത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് വലിയൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്, ഞങ്ങൾ നേരത്തെ അദ്ദേഹത്തെ കുർബാനയ്ക്ക് വേണ്ടി ക്ഷണിച്ച് തിട്ടപ്പെടുത്തിയിരുന്ന കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ അദ്ദേഹമാണ്. ആംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. 30-ാം തീയതി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് അദ്ദേഹം വരുന്നത്. അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മൾ മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളിലും ഈ തിരുനാളിൽ പങ്കുചേരുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് ധനസഹായം എത്തിച്ചു കൊടുക്കുക, അത് തീർച്ചയായിട്ടും നടക്കും. എല്ലാ വർഷവും ചാവറപ്പിതാവിൻ്റെ നാമധേയത്തിൽ നമ്മൾ ഒരു ഭവനം പണിതു കൊടുക്കാറ് പതിവുണ്ട്. 26-ാം തീയതി കൊടിയേറുന്ന ദിവസം തന്നെ ആ ഭവനത്തിൻ്റെ താക്കോൽ കൈമാറ്റം നടക്കാമെന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവായിരിക്കും ആ താക്കോൽ കൊടുക്കുന്നത്.